മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഹർഷനോട് ദേഷ്യം കാണിക്കുന്നുവെങ്കിലും അർജുന് ഹർഷനെന്ന് പറഞ്ഞാൽ ജീവനാണ്. അവൻ്റെ നല്ലതിന് മാത്രമേ ഇത്രയും നാളും പ്രവർത്തിച്ചിട്ടുള്ളൂ. കൂട്ടുകാർ അവനെ ചതിക്കുമെന്ന് കണ്ടപ്പോൾ മാത്രമാണ് പ്രതികരിച്ചത്. ആ പ്രതികരണം കുറച്ച് ശക്തമായി. അർജുൻ്റെ കയ്യിൽ നിന്ന് ഹർഷൻ ഒന്ന് വാങ്ങിക്കുകയും ചെയ്തു. ആ ദേഷ്യത്തിൽ ഹർഷൻ അർജുനോട് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ആ ഒരു ദേഷ്യത്തിലാണ് അവനേക്കാളും ഉയരണമെന്ന ലക്ഷ്യം അർജുനിൽ വന്നുദിച്ചത്. ഹർഷനോടിന് നേരിട്ട് പറയുന്നതിനേക്കാൾ നല്ലത് അവൻ്റെ മനസ്സിൽ തന്നോടുള്ള വാശി കൂട്ടുക എന്നത് മാത്രമാണ് മാർഗമെന്ന് കണ്ടു. ഹർഷനേക്കാൾ ഉയരങ്ങളിലെത്താൻ അർജുൻ ശ്രമിച്ചു. തന്നോടുള്ള വാശി കൊണ്ടെങ്കിലും ബിസിനസ്സിലും മറ്റും അവൻ ശ്രദ്ധിക്കുമല്ലോ എന്നതായിരുന്നു അർജുൻ്റെ മനസ്സിൽ. അതൊരു പരിധിവരെ വിജയിച്ചിട്ടുമുണ്ട്. പക്ഷേ ഞാൻ കണ്ടിരുന്ന ഹർഷേട്ടൻ ഇങ്ങനെയല്ലായിരുന്നു. എന്നോട് എന്ത് സ്നേഹമായിരുന്നെന്നോ. എപ്പോഴും സ്നേഹത്തിലേ സംസാരിക്കും. ചെന്നൈക്ക് വന്നതിന് ശേഷമാണ് ഹർഷേട്ടൻ്റെ ഇങ്ങനെയൊരു മുഖം പോലും ഞാൻ കാണുന്നത്. നീ പറയുന്നത് ശരിയാണ് അനു. ഹർഷൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. രവിയച്ഛൻ്റെയും ദച്ചുവിൻ്റെയും മരണമാണ് അവനെ ഇങ്ങനെ മാറ്റിയത്. ഏതൊക്കെയോ ഓർമ്മയിൽ അർജുൻ്റെ മനസ്സൊന്ന് വിങ്ങി. അനുവിൻ്റെയും അർജുൻ്റെയും സംസാരം കേട്ടു നടന്നവളുടെ മനസ്സിൽ അപ്പോൾ ഹർഷൻ്റെ രൂപം മാത്രമായിരുന്നു. ഇവർ ഇപ്പോൾ പറയുന്ന ഹർഷനും തൻ്റെ മുന്നിലുണ്ടായിരുന്ന ഹർഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു. അവളിപ്പോഴും ഓർക്കുന്നു, ആദ്യമായി അവനെ എയർപോർട്ടിൽ വെച്ച് കണ്ടതും അവൻ്റെ ദേഷ്യത്തോടെയുള്ള നോട്ടവും സംസാരവും. വാക്കുകൾ കൊണ്ട് തന്നെ കീറി മുറിച്ചതും തൻ്റെ ശരീരത്തിൽ വേദന ഏൽപ്പിച്ചു. ഓരോന്നോർക്കുമ്പോൾ ആ വേദനയിൽ അവളുടെ കണ്ണുകൾ പിടഞ്ഞു. മറക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. എന്നാൽ 10 മടങ്ങോടെ ഓരോന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഉയർന്നു വരുന്നു. ഓരോന്ന് പറഞ്ഞ് ചിന്തിച്ച് 4 പേരും പാടം കടന്നു. പാടം കഴിഞ്ഞതും തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം അനുവിലും അഭിയിലും അതിശയമുളവാക്കി. പൂജയ്ക്ക് ഉത്സവത്തിന് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അവൾക്ക് ഇതൊരു പുതുമയുള്ള കാഴ്ചയല്ല. അഭി തൻ്റെ നാട്ടിലുള്ള ഉത്സവങ്ങളിൽ പോയിരുന്നെങ്കിലും ഇങ്ങനെയുള്ള ജനക്കൂട്ടത്തെ അവൾ കണ്ടിരുന്നില്ല. 2 പേരുടെ കണ്ണുകളിലും അത്ഭുതമായിരുന്നു. ദേ, ഈ കാണുന്ന ജനമല്ല. രാത്രി നാടകം കഴിഞ്ഞ് വെടിക്കെട്ട് തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ ജനമുണ്ടാകുന്നത്. പരസ്പരം കാണാൻ പോലും കഴിയാത്ത അത്രയും ആൾക്കൂട്ടം തിങ്ങി നിറഞ്ഞിട്ടുണ്ടാകും. സ്വയം ശ്രദ്ധിക്കുക, കൂട്ടം തെറ്റി പോകാതിരിക്കാനും. ജനക്കൂട്ടത്തിലേക്ക് നോക്കിക്കൊണ്ട് മൂവരോടും പറഞ്ഞു. അജുവേട്ടാ, പേടിപ്പിക്കല്ലേ. ജനക്കൂട്ടത്തെ കണ്ട് അതിശയത്തോടെ നിൽക്കുന്ന അവൻ്റെ വാക്കുകൾ കേട്ടതും പതിഞ്ഞുപോയി. എൻ്റെ അനു, ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്. ചന്തു ഉള്ള ധൈര്യത്തിലാണ് നിങ്ങളെയും കൂട്ടി ഞാനിവിടേക്ക് വന്നത്. അക്കരെയും ഇക്കരെയും കൂടിയുള്ള ആകെ ഒരു ക്ഷേത്രമാണ്. 2 ഭാഗക്കാരും മുഴുവനുണ്ടാകും. വെടിക്കെട്ടോട് അടുക്കുമ്പോഴാണ് ജനം തിങ്ങി നിറയുക. പറ്റുമെങ്കിൽ നമുക്ക് നാടകം കഴിഞ്ഞ് വരാൻ നോക്കാം. വെടിക്കെട്ടിന് നിന്നാൽ ശരിയാവില്ല. വാ, മുന്നോട്ട് നടക്ക്. ചന്തു എവിടെയുള്ളതെന്ന് നോക്കാം. പറഞ്ഞുകൊണ്ട് അർജുൻ മുന്നോട്ട് നടന്നതും മൂവരും പരസ്പരം നോക്കിക്കൊണ്ട് അവൻ്റെ പിറകെ നടന്നു. ചന്തു പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്രത്തിനടുത്തുള്ള ആലിൻ്റെ അടുത്ത് നിൽപ്പുണ്ട് പോലീസ് സൈന്യം. ആ കൂട്ടത്തിൽ ചന്തുവിനെ തിരഞ്ഞെങ്കിലും അർജുന് അവനെ കാണാൻ കഴിഞ്ഞില്ല. 3 ആളെയും കൂട്ടി അർജുൻ പോലീസിൻ്റെ അടുത്തേക്ക് വന്നു. CI ചന്തുനാഥ് പോലീസിൻ്റെ അടുത്ത് എത്തിയിട്ടും ചന്തുവിനെ കാണാത്തത് കൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്ന കോൺസ്റ്റബിളിനോട് അർജുൻ ചോദിച്ചു. സാർ ഇപ്പോൾ പോയതേ ഉള്ളൂ. എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? സൗമ്യമായി തന്നെ കോൺസ്റ്റബിൾ അർജുനോട് ചോദിച്ചു. ഹേയ് നത്തി, കോൺസ്റ്റബിളിനോട് പറഞ്ഞുകൊണ്ട് അർജുൻ മൂവരെയും കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോയി. ഹർഷ, അവിടെ നിൽക്ക്. എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോയതും ഹർഷൻ തൻ്റെ മുകളിലുള്ള റൂമിലേക്ക് വരികയായിരുന്നു. ഹർഷൻ മുകളിലേക്ക് പോകുന്നത് കണ്ടതും നന്ദിനിയും അവൻ്റെ പിറകെ വന്നു. അർജുൻ്റെയും പെൺകുട്ടികളുടെയും കൂടെ ഹർഷൻ ക്ഷേത്രത്തിലേക്ക് പോകാതിരിക്കുന്നതിനുള്ള നീരസം നല്ലതുപോലെ നന്ദിനിക്കുണ്ട്. എന്താ അമ്മേ? റൂമിലേക്ക് കയറാൻ നിന്നവൻ നന്ദിനിയുടെ ശബ്ദം കേട്ടതും റൂമിലേക്ക് പോകാതെ നന്ദിനിയുടെ അടുത്തേക്ക് വന്നു. നീ എന്താ അവരുടെ കൂടെ ക്ഷേത്രത്തിലേക്ക് പോകാതിരുന്നത്? നന്ദിനിയുടെ വാക്കുകളിൽ അതിയായ ഗൗരവമുണ്ട്. എനിക്കിഷ്ടമല്ല. പറയുന്നതിനോടൊപ്പം അവൻ്റെ ഇഷ്ടക്കേട് മുഖത്തും പ്രകടമായി. എന്തിഷ്ടമല്ലെന്ന്? ക്ഷേത്രത്തിലേക്ക് പോകുന്നതോ അതോ തൻ്റെ ഭാര്യയുടെ കൂടെ പോകുന്നതോ? ചോദ്യത്തോടെ ഹർഷനെ നോക്കി നന്ദിനി. എന്നാൽ നന്ദിനിയുടെ ഈ ചോദ്യം ഹർഷനെ വല്ലാതെയാക്കി. തൻ്റെ അമ്മയിൽ നിന്ന് ഇങ്ങനൊരു ചോദ്യം അവൻ പ്രതീക്ഷിച്ചതേയില്ല. അമ്മേ, അമ്മയ്ക്ക് എന്ത് ഉത്തരം നൽകണമെന്നറിയാതെ ഹർഷൻ ഒന്ന് പരിങ്ങി. ഹർഷ, നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? അഭിമോള് നിന്റെ ഭാര്യ തന്നെയാണോ? അമ്മേ! പ്രതീക്ഷിക്കാതെ നന്ദിനിയിൽ നിന്നും ഇങ്ങനെയൊരു ചോദ്യം വരുമെന്ന് അവൻ നനച്ചതേയില്ല. അതിൻ്റെ ഞെട്ടൽ അവനിൽ നല്ലതുപോലെ പ്രകടമായി. ഞാൻ ചോദിച്ചു തീർന്നില്ല ഹർഷ. നീ നിന്റെ ഭാര്യയായി അവളെ കൊണ്ടുവന്നിട്ട് ഒരിക്കൽ പോലും നീ അവളെയും കൊണ്ട് പുറത്തു പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്, എൻ്റെ ഓർമ്മയിൽ 1 പ്രാവശ്യം. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എനിക്കിപ്പോൾ എന്തൊക്കെയോ സംശയം തോന്നുന്നു ഹർഷ. നീ എന്നെ പറ്റിക്കുകയാണോ?
ആ കുട്ടി നിന്റെ ഭാര്യയാണോ? പറഞ്ഞു കഴിയുമ്പോഴേക്കും നന്ദിനിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവിയിരുന്നു. ഹർഷന് അഭിയോടുള്ള പെരുമാറ്റങ്ങളും നീക്കങ്ങളുമൊക്കെ നന്ദിനി ശ്രദ്ധിക്കാതിരുന്നില്ല. ഇവിടെ തറവാട്ടിൽ വന്നത് തൊട്ട് നന്ദിനി രണ്ടുപേരെയും നോക്കുന്നുണ്ടായിരുന്നു. ഇതുവരെയായി നന്ദിനിയുടെ കണ്ണിൽ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതോ നിൽക്കുന്നതോ ഒന്ന് പുറത്തു പോകുന്നതോ പോലും കണ്ടിട്ടില്ല. അഭിയെ കണ്ടാൽ വഴി തിരിഞ്ഞു നടക്കുന്നവൻ, ഹർഷന്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിൽക്കുന്നവൾ, പരസ്പരം ഒന്ന് സംസാരിക്കാറുണ്ടോ എന്നുപോലും നന്ദിനിക്ക് സംശയമായിരുന്നു. എല്ലാം മനസ്സിൽ അടക്കി പിടിക്കുകയായിരുന്നു നന്ദിനി. ചിലപ്പോൾ തന്റെ തെറ്റിദ്ധാരണ ആയിരിക്കുമോ എന്നുപോലും നന്ദിനി ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് അത്രയും വലിയ ജനക്കൂട്ടത്തിലേക്ക് തന്റെ ഭാര്യയെ പറഞ്ഞു വിടുമ്പോൾ ഒരു ഭർത്താവിന് തോന്നേണ്ട ഒരു വികാരവും ഹർഷന്റെ മുഖത്ത് നന്ദിനി കണ്ടില്ല. ആ ദേഷ്യമാണ് ഇപ്പോൾ നന്ദിനിയിൽ പ്രകടമാകുന്നത്. അമ്മേ, ഞാൻ അങ്ങനെയൊന്നും. അമ്മ എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അതിനു മാത്രം ഇവിടെ എന്തുണ്ടായി? വലിയൊരു പൊട്ടിത്തെറിക്ക് സമയമായി എന്ന് ഹർഷന് തോന്നി. തന്റെ അമ്മ സത്യങ്ങളൊക്കെ അറിയാൻ പോകുന്നു. അമ്മ എല്ലാം അറിഞ്ഞാൽ അഭി ആ നിമിഷം ഈ വീട്ടിൽ നിന്ന് പോകും. അഭി ഇവിടെ നിന്ന് പോകുന്നത് ഓർക്കുമ്പോഴേ ഹർഷന്റെ നെഞ്ചു പിടഞ്ഞു. എന്തുണ്ടായെന്നോ? ഞാൻ പറഞ്ഞു തരണോ ഹർഷ? നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതിന് ശേഷം നീ അതിനോട് മര്യാദയ്ക്ക് മിണ്ടിയിട്ടുണ്ടോ? ഒന്ന് പുറത്തു കൊണ്ടുപോയിട്ടുണ്ടോ? ഒരു ഭാര്യയുടെ സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? ചോദിച്ചു കഴിയുമ്പോൾ നന്ദിനിയുടെ ശബ്ദം ഉയർന്നിരുന്നു. അത്രയും ദേഷ്യം ഹർഷനോട് നന്ദിനിക്ക് തോന്നിയിരുന്നു. അതേസമയം തന്നെയാണ് മുകളിൽ നിന്ന് നന്ദിനിയുടെ ഉറക്കെയുള്ള ശബ്ദം കേട്ട് പരിഭ്രാന്തിയോടെ മീനാക്ഷിയും മാധവനും രാജേന്ദ്രനും വേഗം വന്നത്. എന്താ നന്ദു, എന്തിനാ നീ ഇങ്ങനെ ശബ്ദമുണ്ടാകുന്നത്? മാധവൻ തിടുക്കത്തോടെ വന്നുകൊണ്ട് ദേഷ്യത്തിൽ പിടയുന്ന തന്റെ അനിയത്തിയെ ആശ്വസിപ്പിക്കാൻ രീതിയിൽ പൊതിഞ്ഞു പിടിച്ചു. പിന്നെ ഞാൻ ശബ്ദമുണ്ടാക്കാതെ എങ്ങനെയാ ഏട്ടാ? ഇവൻ എന്തൊക്കെയാ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. ഇവൻ ഒരു പെൺകൊച്ചിനെ താലികെട്ടി കൊണ്ടുവന്നു എന്ന് പറയുന്നു. ഇതുവരെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നതോ ഒന്ന് സ്നേഹത്തോടെ ഇവൻ ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നതോ പോലും ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടിട്ടില്ല. എനിക്കറിയണം ഇവൻ എന്തിനാ ആ പെൺകുട്ടിയെ താലികെട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്ന്. ക്ഷേത്രത്തിലേക്ക് ആ പെൺകുട്ടിയുടെ കൂടെ പോകാൻ പറഞ്ഞിട്ട് ഇവന് വയ്യെന്നു. നിങ്ങളും കേട്ടതല്ലേ ഇവൻ പറഞ്ഞത്? ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന്. എന്താ അതിനർത്ഥം? ഇവന്റെ ഭാര്യയെ കൊണ്ടുപോകേണ്ടത് അർജുനാണോ? ചോദിച്ചു കഴിയുമ്പോഴേക്കും നന്ദിനി ദേഷ്യം കൊണ്ട് വിറളി പൂണ്ടിരുന്നു. ഇത്രമാത്രം നന്ദിനി ദേഷ്യപ്പെടുന്നത് മറ്റുള്ളവരൊക്കെ ആദ്യമായാണ് കാണുന്നത്. ഇതേസമയം അമ്മയുടെ ഓരോ വാക്കുകളും ഹർഷനെ ചുട്ടുപൊള്ളിക്കുന്നുമുണ്ട്. അതേസമയം തന്നെ അവനെ ദേഷ്യത്തിലാഴ്ത്തുന്നുമുണ്ട്. അമ്മയോട് മറുപടി പറയാൻ അവൻ തുനിഞ്ഞതും പെട്ടെന്നായിരുന്നു അവന്റെ ഫോൺ റിങ് ചെയ്തത്. അമ്മയ്ക്ക് മറുപടി നൽകാതെ തന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കിയതും ഹർഷനൊന്ന് പതറാതിരുന്നില്ല. സ്ക്രീനിലെ പേര് അവന് മറ്റെന്തൊക്കെയോ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. അവൻ ഒരിക്കൽ കൂടി ആ കോളിലേക്ക് നോട്ടം പായി. അഡ്വക്കേറ്റ് രാഘവ് കാളിംഗ്. ഒരു വേള ഫോണിൽ അഡ്വക്കേറ്റിന്റെ നമ്പർ കണ്ടതും ഹർഷനൊന്ന് പതറാതിരുന്നില്ല. അവസാനം ചെന്നൈയിൽ വെച്ച് അഭിയുമായി കോടതിയിൽ പോയതാണ് അവന് ഓർമ്മ വരുന്നത്. ഇപ്പോഴും അവന്റെ കണ്ണുകൾ വൈബ്രേറ്റ് ചെയ്യുന്ന തന്റെ ഫോണിലേക്കാണ്. ഈ സമയം ഫോൺ എടുക്കണോ വേണ്ടയോ എന്ന സംശയത്തിലായി ഹർഷൻ. എന്തായാലും രാഘവ് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് ഹർഷന് വ്യക്തമായി അറിയാം. അവന്റെ കണ്ണുകൾ ഫോണിലേക്ക് തന്നെ ചെന്നെത്തി. അല്പസമയത്തെ റിങ്ങിന് ശേഷം കോൾ കട്ടായി. ഹർഷ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എനിക്കറിയണം. കോൾ കട്ടായതും നന്ദിനി വീണ്ടും തുടർന്നു. അമ്മയോട് ഞാൻ പറയാനിരിക്കുകയായിരുന്നു. ഹർഷൻ പറഞ്ഞു വന്നതും വീണ്ടും അഡ്വക്കേറ്റിന്റെ കോൾ ഹർഷന്റെ ഫോണിലേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. അതും കൂടി ആയതും നന്ദിനിക്ക് ദേഷ്യം മൂർധന്യാവസ്ഥയിലെത്തി. വേഗം ഹർഷന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് കോൾ അറ്റൻഡ് ചെയ്തു ഹർഷന്റെ കയ്യിലേക്ക് കൊടുത്തു. എന്നാൽ അമ്മയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പ്രവൃത്തി പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് തന്നെ കയ്യിൽ നിന്ന് ഫോൺ എളുപ്പത്തിൽ തെന്നി മാറിയിരുന്നു. നന്ദിനി കോൾ അറ്റൻഡ് ചെയ്ത് ഹർഷന്റെ കയ്യിലേക്ക് കൊടുക്കുന്ന സമയം കൈ സ്ക്രീനിൽ പതിഞ്ഞതും കോൾ സ്പീക്കറിലായി. ഹലോ ഹർഷൻ സാർ, അഡ്വക്കേറ്റ് രാഘവാണ്. ഫോണിൽ നിന്ന് വക്കീലിന്റെ ശബ്ദം കേട്ടതും ഹർഷന്റെ അടുത്ത് നിന്ന് നീങ്ങാൻ തുടങ്ങിയിരുന്ന നന്ദിനി അവിടെ തന്നെ തറഞ്ഞു നിന്നു. ഇതേസമയം ഫോൺ സ്പീക്കറിലാണെന്ന് മനസ്സിലായതും ഹർഷൻ വേഗം സ്പീക്കർ ഓഫാക്കാൻ പോയതും നന്ദിനി അത് തടഞ്ഞു. ഹർഷന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കുകയും ചെയ്തു. ഹലോ സാർ. ഫോൺ അറ്റൻഡ് ചെയ്തിട്ടും മറുപടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അഡ്വക്കേറ്റ് വീണ്ടും വീണ്ടും ഹലോ പറഞ്ഞു. ആ ഹലോ. ഹർഷൻ ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും നന്ദിനി സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോഴും ഫോൺ സ്പീക്കറിൽ തന്നെയാണ്. ഹർഷൻ സാർ. സ്ത്രീ ശബ്ദം കേട്ടതും അഡ്വക്കേറ്റിന് സംശയമായി. ഹർഷൻ സാറിൻ്റെ നമ്പർ തന്നെയാണ്. ഹർഷൻ്റെ അമ്മയാണ് ഞാൻ. അഡ്വക്കേറ്റ് ഇപ്പോൾ എന്തിനാ വിളിച്ചത്? നന്ദിനിയുടെ ശബ്ദത്തിൽ തീർത്തും ഗൗരവമാണ്. ഇപ്പോൾ ഹർഷൻ്റെ ഫോണിലേക്ക് ഒരു അഡ്വക്കേറ്റ് വിളിക്കുന്നു. അതുപോലെ തന്നെ കുറച്ചു മുമ്പുണ്ടായിരുന്ന സംഭവങ്ങൾ. ഓഫീസ് കാര്യങ്ങളാണെങ്കിൽ ഓഫീസ് അഡ്വക്കേറ്റ് ഉണ്ട്. ഇത് പുതിയ ഒരാളാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് സംശയത്തോടെ നന്ദിനി ചോദിക്കുന്നത്. ഒപ്പം ഹർഷൻ്റെ മുഖത്തെ പതർച്ചയും നന്ദിനി കാണുന്നുണ്ട്.
എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ സംശയങ്ങൾ നന്ദിനിക്ക് തോന്നാതിരുന്നില്ല. ഹർഷൻ സാർ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ നൽകിയിരുന്നു. മ്യൂച്വൽ ഡിവോഴ്സ് ആയതുകൊണ്ട് ഹർഷൻ, അഭിനയ എന്നീ വ്യക്തികളുടെ ഡിവോഴ്സ് കോടതി അംഗീകരിച്ചു. അത് പറയാനാണ് ഞാൻ വിളിച്ചത്. മറ്റുള്ള പേപ്പേഴ്സൊക്കെ സാറിൻ്റെ മെയിലിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. സാർ വന്നാൽ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. കാര്യങ്ങൾ ഔദ്യോഗിക രീതിയിൽ തന്നെ അഡ്വക്കേറ്റ് നന്ദിനിയോട് പറഞ്ഞു. എപ്പോഴാണ് ഡിവോഴ്സ് പെറ്റീഷൻ പ്രൊസീഡ് ചെയ്തത്? ഓരോന്ന് അറിയാനുള്ള വ്യഗ്രത നന്ദിനിയിലുണ്ടായി. ഒപ്പം തൊട്ടരികിലുള്ള ഹർഷനെ ദേഷ്യത്തോടെ നോക്കുന്നുമുണ്ട് നന്ദിനി. ഹർഷനാണെങ്കിൽ തലയും താഴ്ത്തി നിൽപ്പാണ്. എല്ലാം അമ്മ അറിഞ്ഞിരിക്കുന്നു. അതുകൂടാതെ ഡിവോഴ്സ് ആയത് ആരോടും പറയാതെ ഇരിക്കാനായിരുന്നു ഹർഷൻ്റെ ഉദ്ദേശം. അന്ന് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കേണ്ടായിരുന്നോ എന്ന് പോലും അവൻ ഈയിടെ ചിന്തിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത്. ഇതേസമയം ഫോണിലൂടെ കേൾക്കുന്ന വാർത്തകൾ രാജേന്ദ്രനെയും മാധവനെയും മീനാക്ഷിയെയും ഞെട്ടിപ്പിച്ചിരുന്നു. ഇങ്ങനെയൊരു കാര്യം അഭി പോകുന്നതിന് മുമ്പ് നടക്കുമെന്ന് അവർക്കറിയാം. എന്നാൽ ഇപ്പോൾ കേട്ട വാർത്ത അപ്രതീക്ഷിതമായിരുന്നു. ഹർഷൻ മുൻകൂട്ടിയെല്ലാം തയ്യാറാക്കിയിരിക്കുന്നുവെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. മേം 5 മാസം മുമ്പ് പ്രൊസീഡ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. മാരേജ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാൽ മ്യൂച്വൽ ഡിവോഴ്സിന് പോകാം. ഓക്കെ, ഹർഷനോട് തിരിച്ചു വിളിക്കാൻ പറയാം. അത്രയും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കി നന്ദിനി ഹർഷന് നേർക്ക് തിരിഞ്ഞു. ഹർഷ! നന്ദിനി ഉറക്കെ വിളിച്ചതും അവൻ തലയുയർത്തി നന്ദിനിയെ നോക്കി. എന്നാൽ അതേ നിമിഷമാണ് നന്ദിനിയുടെ കൈകൾ അവൻ്റെ കവിളിൽ പതിഞ്ഞത്. നിനക്ക് എങ്ങനെ തോന്നിയടാ എന്നെ വഞ്ചിക്കാൻ? എന്തിനാടാ എന്നെ കോമാളിയാക്കിയത്? എന്തിനായിരുന്നു നീയും അവളും തമ്മിൽ ഇങ്ങനെയൊരു നാടകം? ഛേ! ദേഷ്യവും വാശിയും നന്ദിനിയെ അങ്ങേ തലത്തിൽ എത്തിച്ചിരുന്നു. ഹർഷനിട്ട് ഒന്ന് പൊട്ടിക്കുന്നേരം കയ്യിലുള്ള ഫോണും നന്ദിനി എറിഞ്ഞു പൊട്ടിച്ചിരുന്നു. നന്ദിനി! അനിയത്തിയോടുള്ള പ്രവൃത്തി കണ്ടതും മാധവൻ വന്ന് അനിയത്തിയെ പിടിച്ചു. എല്ലാവർക്കും അറിയാമായിരുന്നു അല്ലേ? ഞാൻ മാത്രമായിരുന്നോ വിഡ്ഢിയാക്കപ്പെട്ടത്? ഏട്ടനെങ്കിലും എന്നോടൊന്ന് പറയാമായിരുന്നില്ലേ? ക്ഷോഭിച്ചുകൊണ്ട് നിറമിഴികളോടെ മാധവനെ നോക്കി നന്ദിനി. മോളെ, നിന്റെ അവസ്ഥയോർത്താണ് ഒന്നും പറയാതിരുന്നത്. നീ ഇങ്ങനെ ടെൻഷനാവാതെ. തൻ്റെ അനിയത്തിയെ സമാധാനിപ്പിക്കാൻ മാധവൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നന്ദിനിയുടെ നെഞ്ചിൽ വലിയൊരു തീക്കോളം എടുത്തു വെച്ചതുപോലെയാണുള്ളത്. എനിക്കറിയണമേട്ടാ, എന്തിനായിരുന്നു ഇങ്ങനെയൊരു നാടകം? അതിന് മറുപടി ഇവൻ എനിക്ക് തന്നേ മതിയാകൂ. മാധവൻ്റെ അടുത്ത് നിന്ന് വീണ്ടും ഹർഷൻ്റെ നേർക്ക് തിരിഞ്ഞു നന്ദിനി. നിന്നോടാണ് ചോദിക്കുന്നത്, എന്തിനു വേണ്ടിയാ ഇങ്ങനെയൊരു നാടകം? നന്ദിനിയുടെ ശബ്ദം ഉറക്കെയായി. അമ്മയ്ക്ക് വേണ്ടി. അമ്മയെ എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അമ്മയെ ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ. മകൻ എന്ന നിലയിൽ എൻ്റെ മുന്നിലുള്ളതെല്ലാം ശരികളായിരുന്നു. ഇനിയും തന്നെ തനിച്ചാക്കി ആരും പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു നാടകം ഞാൻ അരങ്ങേറിയത്. അതിന് എത്ര വലിയ ശിക്ഷ തന്നാലും ഞാൻ ഏറ്റോളാം. പറഞ്ഞു കഴിയുമ്പോൾ ഹർഷൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഉതിർന്ന് നിലം പതിച്ചു. ഇങ്ങനൊരു നിമിഷം പ്രതീക്ഷിച്ചതാണ് അമ്മയുടെ കയ്യിൽ നിന്ന് തനിക്കേറ്റ അടി. അത് അവനെ പൊള്ളാതെ പൊള്ളിക്കുന്നു. അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു എല്ലാം. അമ്മയെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രം. അമ്മയ്ക്ക് വേണ്ടി. നന്ദിനിയുടെ ചുണ്ടിൽ പുച്ഛം വിരിഞ്ഞു.